നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വിഷയമാണ്. ഏതാണ്? വി ഓൾറെഡി ഡിസ്കസ്ഡ് ദ ടോപ്പിക്. ഏതായിരുന്നു ടോപ്പിക്? ദ ഐലൻഡ്. ദ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ദ ഐലൻഡ് എന്ന് പറയുന്ന പോർഷൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നുകൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് പഠിക്കാം. തുടങ്ങിയാലോ നമുക്ക്? ദ ഐലൻഡ്. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റ്, ഹൗ ടു പ്രൊനൗൺസ് ദിസ് വേർഡ് ഐലൻഡ്. എസ് എന്താണ്? സൈലൻ്റ് ആണ്. ഈസ്ലാൻഡ് എന്ന് വായിക്കരുത്, ഐലാൻഡ്. ഐലാൻഡ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. സോ സ്റ്റാർട്ട് ചെയ്യാം. We have mobile phones, laptops, smart boards and many other gadgets today which make our life easy and comfortable. But there was a time when people didn't have any of these. എന്താണ് അർത്ഥം? We have mobile phones, right? നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് കാണാൻ മൊബൈൽ ഫോൺ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അതറിയാം. വി ഹാവ് മൊബൈൽ ഫോൺസ്. പിന്നെന്തുണ്ട്? ലാപ്ടോപ്പ് ഉണ്ട്, സ്മാർട്ട് ബോർഡ്സ്. സ്മാർട്ട് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കൂളുകളിൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ബോർഡുകളെയാണ് സ്മാർട്ട് ബോർഡ് എന്ന് പറയുന്നത്. വിച്ച് ആക്ട് ലൈക്ക് അവർ മൊബൈൽ ഫോൺ. നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് മെനി അതർ ഗാഡ്ജറ്റ്സ്. ഇവിടെ ഒരു വാക്ക് വന്നിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? ഗാഡ്ജറ്റ്സ്. ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഗാഡ്ജറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? GADGETS, ഗാഡ്ജറ്റ്സ്. ഉപകരണങ്ങൾ എന്നുള്ള അർത്ഥമാണ് ഗാഡ്ജറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിജിറ്റലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. വിച്ച് മേക്ക് അവർ ലൈഫ് ഈസി ആൻഡ് കംഫർട്ടബിൾ. ഈസി ആൻഡ് കംഫർട്ടബിൾ. വളരെ ലളിതമായിട്ട് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമ്മുടെ ലൈഫിനെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ ഈ ഉപകരണങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. ബട്ട് ദർ വാസ് എ ടൈം വെൻ പീപ്പിൾ ഡിഡിൻ ഹാവ് എനി ഓഫ് ദീസ്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെ? പീപ്പിൾ ഡിഡിൻ ഹാവ് എനി ഓഫ് ദീസ്. ഇതൊന്നുമില്ലാത്ത, ഈ ഗാഡ്ജറ്റ്സുകളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം ആൾക്കാർക്കുണ്ടായിരുന്നു. ദ ആഫ്രിക്കൻ ഫോക്ക് ടെയിൽ യു ആർ അബൌട്ട് ടു റീഡ്. നമ്മൾ ആ ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഡിസ്ക്രൈബ്സ് എ ഹ്യൂമറസ് ഇൻസിഡൻറ്റ് ദറ്റ് ഹാപ്പൻഡ് അറ്റ് എ ടൈം വെൻ പീപ്പിൾ ഹാഡിൻ ഈവൻ ഹേർഡ് ഓഫ് മെനി ഓഫ് ദ തിങ്സ് ദാറ്റ് വി യൂസ് നൗ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കേട്ട് പരിചയം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നടന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ലോങ് ലോങ് എഗോ എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് on an island. It was a lonely island. The people of the island led a quiet and simple life. They had no electricity, no phone, no television, no newspaper. They had no hairbrush and no mirrors either. Explain ചെയ്യാം. ലോങ് ലോങ് ago, ഒരുപാട് മുന്നേ, എ ഫിഷർമാൻ, ഒരു മത്സ്യത്തൊഴിലാളി, ആൻഡ് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും, ലിവ്ഡ് ഓൺ ആൻ ഐലൻഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? ഒരുപാട് മുന്നേ ഒരു മത്സ്യത്തൊഴിലാളിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ദ്വീപിൽ താമസിച്ചിരുന്നു. ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ്. ഒറ്റപ്പെട്ട ഒരു ദ്വീപായിരുന്നു അത്. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്.
ഈ ലെഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? LED, ലെഡ്. ലീഡ് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ആണ് ലെഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? LEAD. ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് നയിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. ദ ഹാഡ് നോ ഇലക്ട്രിസിറ്റി. ദ ഹാഡ് നോ ഇലക്ട്രിസിറ്റി, നോ ഫോൺ, നോ ടെലിവിഷൻ, നോ ന്യൂസ് പേപ്പർ. ദ ഹാഡ് നോ ഹെയർ ബ്രഷ്, ചീർപ്പില്ല. നോർ മിറേഴ്സ് എയ്തർ, കണ്ണാടി പോലും ഉണ്ടായിരുന്നില്ല. അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ? ലെറ്റ് us go to next paragraph. The only way the islanders came to know about the world outside was through the ship that passed the island. The only way, ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി ആർക്ക്? The islanders എങ്ങനെയാണ്? came to know about the world outside was through the ship that passed the island. We already said that it was a lonely island. So the only way to communicate with the other world or to know about outside only through the ship that passed the island. എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ്. അവിടെ നിന്ന് പുറം ലോകവുമായിട്ടുള്ള ചെറിയൊരു ബന്ധം എന്ന് പറയുന്നത് ആ ദ്വീപ് വഴി കടന്നു പോകുന്ന ഷിപ്പുകൾ മാത്രമാണ്. ഷിപ്പിലൂടെ മാത്രമാണ് ഈ ദ്വീപിലെ ആൾക്കാർ പുറം ലോകം കാണുന്നത്. ഓൺലി വേ ദ ഐലൻഡേഴ്സ് കെയിം ടു നോ അബൌട്ട് ദ വേൾഡ് ഔട്ട്സൈഡ് വാസ് ത്രൂ ദ ഷിപ്പ് ദാറ്റ് പാസ്ഡ് ദ ഐലൻഡ്. മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്. ദ സെയിലേഴ്സ് ഇൻ ദ ഷിപ്പ് ത്രൂ. എന്താണ് അതിൻ്റെ അർത്ഥം? ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വലിച്ചെറിയുക എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ്. ത്രൂ ഓൾഡ് വോൺ ഔട്ട് ടൂത്ത് ബ്രഷസ്. വോൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ടൂത്ത് ബ്രഷ്. ബ്രോക്കൺ ബക്കറ്റ്സ്, ടോൺ ഷൂസ്. ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇങ്ങനെ പറയില്ലേ, പഴയത് അല്ലെങ്കിൽ വളരെ മോശമായത്, ജീർണിച്ചത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ടോൺ. ടോൺ ഷൂസ് എക്സെട്ര. ഇൻ ടു ദ സീ. എവിടത്തേക്കാണ്? കടലിലേക്ക് വലിച്ചെറിയുകയാണ്. വെൻ ദീസ് തിങ്സ് കെയിം അഷോർ ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് കളക്റ്റഡ് ദം. അഷോർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? തീരത്തേക്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് കളക്റ്റഡ് ദം. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇവിടെ ആ ഐലൻഡിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഐലൻഡ് ഇവിടെ വരച്ചിട്ടുണ്ട്, ലോൺലി ഐലൻഡ്. ആ ഷിപ്പിനെയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫാദർ കംസ് അലൈവ് എന്ന് വെച്ചാൽ എന്താണ്? ഫാദർ ജീവനോടെ തിരിച്ചു വന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. വൺ ഡേ ദ ഫിഷർമാൻ വാസ് വാക്കിംഗ് അലോങ് ദ സീ ഹോർ. തീരത്തിലൂടെ നടക്കുകയായിരുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ. അദ്ദേഹത്തിൻ്റെ മരണശേഷം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണശേഷം, ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വാസ് ഗോയിങ് ഔട്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഫിഷർമാൻ പുറത്തിറങ്ങുന്നത്. ഓ മൈ ഫാദർ, ഹൗ ലവിങ് ഹി വാസ്, ഹി തോട്ട്. അദ്ദേഹം ആലോചിക്കുകയാണ്. എന്താ ആലോചിച്ചേ? ഓ മൈ ഫാദർ, ഹൗ ലവിങ് ഹി വാസ്. എൻ്റെ അച്ഛൻ എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്, എന്തൊരു നല്ല ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നെവർ ക്യാൻ ഐ സീ ഹിം അഗെയിൻ. അദ്ദേഹത്തെ ഇനി എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ, അച്ഛൻ ഇനി കാണാൻ സാധിക്കില്ലല്ലോ. സഡൻലി. സഡൻലി എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന്. എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐസ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ഒരു വെളിച്ചം പതിക്കുകയാണ്. ആരുടെ? നമ്മുടെ ഫിഷർമാൻ്റെ കണ്ണിലേക്ക്.
സംതിങ് ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദ സാൻഡ്. തിളങ്ങുന്ന എന്തോ ഒരു സാധനം. ഷൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തിളങ്ങുക അല്ലെങ്കിൽ ശോഭിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഷൈനിങ് വാസ് ലൈയിങ് ഓൺ ദ സാൻഡ്. ഹീ പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അദ്ദേഹം അതെടുത്തു, എന്നിട്ട് അദ്ദേഹം നോക്കുകയാണ്. നമ്മുടെ ഫിഷർമാൻ എടുത്ത് നോക്കി, എന്താണ് ഈ തിളങ്ങുന്ന സാധനം? അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. തീരത്തിലൂടെ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. അദ്ദേഹം ആലോചിക്കുകയാണ്, ഇനി ഒരിക്കൽ പോലും അച്ഛനെ കാണാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ഒരു വെളിച്ചം പതിക്കുകയാണ്. അപ്പം അദ്ദേഹം നോക്കി, സാൻഡിൽ എന്തോ ഒരു സാധനം, തിളങ്ങുന്ന ഒരു ശോഭയുള്ള ഒരു സാധനം. അദ്ദേഹം അതെടുത്തു, അത് നോക്കുകയാണ്. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. ഇതുപോലൊരു സാധനം അദ്ദേഹം ഇതിനു മുന്നേ കണ്ടിട്ടേയില്ല. ഹി സോ എ ഫേസ് ഇൻ ഇറ്റ്. അദ്ദേഹം അതിലൊരു മുഖം കണ്ടു. ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? മുഖം. ഹി വാസ് സ്കാർഡ്. സ്കാർഡ് എന്താണ് അർത്ഥം? SCARED. ഭയപ്പെടുക, പരിഭ്രമിക്കുക എന്നുള്ള അർത്ഥമാണ് സ്കാർഡ്. അറിയില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് വെക്കണം. പെൻസിൽ കൊണ്ട് മാത്രമേ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ. ഹി ത്രോ ഇറ്റ് അവേ. അത് വലിച്ചെറിഞ്ഞു. കാരണം അതെടുത്ത് നോക്കുമ്പോൾ അതൊരു മുഖമാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഭയപ്പെട്ട് വലിച്ചെറിഞ്ഞു. ബട്ട് ആഫ്റ്റർ എ വൈൽ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, ഹി വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് അഗെയിൻ. അതിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. ഹി പിക്ഡ് ഇറ്റ് അപ്പ്. അതെടുത്തു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. അദ്ദേഹം അതെടുത്തപ്പം വീണ്ടും ആ മുഖം തന്നെ കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് ആ സാധനം? വാട്ട് വാസ് ദാറ്റ് ഐറ്റം? എന്താണ്? നിങ്ങൾ പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കാം ആ സാധനം? ഇവിടെ ചിത്രം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിഷർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സാധനം ഷൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം എന്താണെന്ന് ഇവിടെ കാണുന്നുണ്ട്. എന്താണ് ആ സാധനം? നിങ്ങൾ പറഞ്ഞു നോക്കിയേ, അതെന്താണ്? യെസ്, ഇറ്റ് വാസ് എ മിറർ. ക്ലിയർ ആയോ? He had never seen his own face before. We already discussed that there is no any modern facilities in that island. There is no other communication with to outer world. പുറം ലോകവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു ദ്വീപാണത്. ഇന്നത്തെ മോഡേൺ ഫെസിലിറ്റീസുള്ള ഒരു സാധനവും ആ ദ്വീപിലില്ല, ഇൻക്ലൂഡിങ് മിറർ. കണ്ണാടി പോലും അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കണ്ണാടി കയ്യിൽ കിട്ടിയത് നോക്കിയപ്പോൾ അതിലൊരു മുഖം കണ്ടു. ആദ്യമായിട്ടാണ് ഒരു മുഖം അദ്ദേഹം കാണുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഹി ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ. അദ്ദേഹത്തിൻ്റെ തന്നെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെങ്ങനെയാണ് മുഖം നോക്കുന്നത്? കണ്ണാടിയിൽ നോക്കുമല്ലേ രാവിലെ. അപ്പം അദ്ദേഹം കണ്ണാടി ആ ദ്വീപിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതുവരെ കണ്ടിട്ടേയില്ല. ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്. നോക്കിയേ, ഹി തോട്ട് ഇറ്റ് വാസ് ഹിസ് ഫാദേഴ്സ് ഫേസ്. വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദിസ് ഫിഷർമാൻ ഗോയിങ് ഔട്ട് ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യത്തെ തവണയാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അച്ഛനെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ നമ്മുടെ ഫിഷർമാൻ ചിന്തിച്ച എന്താണ്? ഇത് അച്ഛൻ്റെ മുഖമായിരിക്കും, എൻ്റെ അച്ഛൻ്റെ മുഖമാണ് ഇത് എന്ന് ചിന്തിച്ചു. ഹി വാസ് വെരി ഹാപ്പി. ഹി വാസ് വെരി ഹാപ്പി. ആ ഫിഷർമാന് ഒരുപാട് സന്തോഷമായി. ഹി താങ്ക്ഡ് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ. അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്തിനാണ് നന്ദി പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചിത്രം അയച്ചു തന്നതിന്, അല്ലെങ്കിൽ കിട്ടിയല്ലോ, അച്ഛൻ്റെ ചിത്രം കിട്ടിയല്ലോ. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഫിഷർമാൻ്റെ മനസ്സ് മുഴുവൻ. അങ്ങനെ അച്ഛൻ്റെ ചിത്രം കിട്ടി എന്നാണ് നമ്മുടെ ആര് വിചാരിച്ചത്? ഫിഷർമാൻ വിചാരിച്ചത്. ഹി സ്മൈൽഡ്
അറ്റ് ദ പിക്ചർ. അദ്ദേഹം ആ പിക്ചർ നോക്കി ചിരിച്ചു. വാട്ട് എ സർപ്രൈസ്, എന്തൊരു അത്ഭുതം. ഇറ്റ് സ്മൈൽഡ് ബാക്ക്, അത് തിരിച്ചും ചിരിക്കുന്നുണ്ട്. വി ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് വാസ് എ മിറർ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് ദിസ് ഫിഷർമാൻ? ദിസ് ഫിഷർമാൻ ഡിഡ്ന്റ് നോ ദാറ്റ് ഇറ്റ് ഈസ് എ മിറർ. And what he is so is, it is the reflection of his own face. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിബിംബമാണ് കണ്ണാടിയിൽ കാണുന്നത് എന്ന് നമ്മുടെ ഫിഷർമാൻ അറിയില്ല. ഹി സ്മൈൽഡ് അറ്റ് പിക്ചർ, അദ്ദേഹം അത് നോക്കി ചിരിച്ചു. വാട്ട് എ സർപ്രൈസ്, ഇറ്റ് സ്മൈൽഡ് ബാക്ക്, അത് തിരിച്ചും ചിരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതേ അതിൻ്റെ ചിത്രം ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഹി ടേൺ ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ്. അദ്ദേഹം തിരിച്ചു നോക്കി, കണ്ണാടി എടുത്ത് തിരിച്ചു നോക്കുകയാണ്, അച്ഛൻ്റെ മുഖം കാണുന്നുണ്ടോ എന്ന്. ബട്ട് ഹി കുഡ് നോട്ട് സീ എനി വൺ. ഹി കുഡ് നോട്ട് സീ എനി വൺ, ഒന്നും കണ്ടില്ല. വൺസ് മോർ ഹി ടേൺ ഇറ്റ് ടു ഹിസ് ഫേസ്. തിരിച്ചു തന്നെ വെച്ചു, പഴയ പോലെ തന്നെ ആക്കി. ആ മൈ ലവിങ് ഫാദർ. ഇത്രയും സ്നേഹമുള്ള ഒരു മകനായിരുന്നു ആ ഫിഷർമാൻ. അതുകൊണ്ടാണ് എപ്പോഴും അച്ഛൻ്റെ ചിന്തകൾ, അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ആ ഫിഷർമാൻ്റെ മനസ്സ് മുഴുവൻ. ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ. ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ് ബട്ട് ഹി ഹേർഡ് നത്തിങ്. അദ്ദേഹം അത് നോക്കി സംസാരിച്ചു, ആ ഫോട്ടോ നോക്കിയിട്ട് സംസാരിച്ചു. പക്ഷേ ലിപ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ഹി ബിക്കെയിം സാഡ്. അദ്ദേഹത്തിന് സങ്കടം വന്നു. ഹി ക്രൈഡ്. കരഞ്ഞു. ഹിസ് ഫാദർ ടു സീം ടു ക്രൈ. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ചിരിച്ചപ്പം കണ്ണാടിയിലും ചിരി വന്നിരിക്കുന്നു, സംസാരിച്ചപ്പം ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷേ സൗണ്ടൊന്നും വരുന്നില്ല. നമ്മുടെ ഫിഷർമാൻ സങ്കടമായി, അദ്ദേഹം കരഞ്ഞു. അപ്പം നോക്കുമ്പോൾ ഇതാ കണ്ണാടിയിലും കരയുകയാണ്, കണ്ണാടിയിലെ ചിത്രവും കരയുകയാണ്. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട്. ആ കണ്ണാടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആൻഡ് വെൻറ്റ് ഹോം. വീട്ടിലോട്ട് പോയി. മനസ്സിലായോ? ഇപ്പം എന്താ സംഭവം? ഇത് കണ്ണാടിയാണ് എന്ന് നമ്മുടെ ഫിഷർമാൻ അറിയത്തില്ല. കണ്ണാടിയിൽ കാണുന്നത് തൻ്റെ പ്രതിബിംബമാണ് എന്ന് ഫിഷർമാൻ അറിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഹി ഹാവിൻറ്റ് എനി ഐഡിയ അബൌട്ട് ദിസ് മിറർ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ഫെമിലിയർ ടു ഹിം. അദ്ദേഹത്തുമായിട്ട് ഇത് ഒരു പരിചയവുമില്ലാത്തൊരു കാര്യമാണ്. ഏത്? മിറർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു മുഖം കണ്ടു. അദ്ദേഹം വിചാരിച്ചു, നമ്മുടെ ഫിഷർമാൻ വിചാരിച്ചു ഇത് തൻ്റെ അച്ഛൻ്റെ മുഖമാണ് എന്ന് വിചാരിച്ചു. അത് നോക്കി ചിരിക്കുമ്പോൾ, കണ്ണാടി നോക്കി ചിരിക്കുമ്പോൾ ആ ചിത്രവും ചിരിക്കുന്നുണ്ട്, കരയുമ്പോൾ ആ ചിത്രവും കരയുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടുകൂടി നമ്മുടെ ഫിഷർമാൻ എവിടേക്ക് പോയി? വീട്ടിലോട്ട് പോവാണ്. ഇവിടെയാണ് നിങ്ങളുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി കിടക്കുന്നത്. ദ ഫൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ പറയുക. ഇവിടെയാണ് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി കിടക്കുന്നത്. ആ ആക്ടിവിറ്റി എന്താണ്? നിങ്ങൾ വിക്ടേഴ്സ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ആരൊക്കെയായിരിക്കും? ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ്. എന്തൊക്കെയായിരിക്കും ഫിഷർമാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? ഭാര്യയോട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ഇങ്ങനൊരു സാധനം കിട്ടിയാൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ, അതിൽ സന്തോഷിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. ഭാര്യ തിരിച്ച് ചോദിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും? എന്താണ് ഈ സാധനം? വാട്ട് ഈസ് ദിസ്? ഫ്രം വേർ യു ഗെറ്റ് ദിസ് വൺ? ഫ്രം വേർ യു ഗെറ്റ് ദിസ് വൺ? ഇത് എവിടെ നിന്നാണ് കിട്ടിയേ? പിന്നെന്താ, സങ്കടം വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, ഭാര്യ ചോദിച്ചിട്ടുണ്ടാവും, വൈ ആർ ക്രൈയിങ്? എന്തിനാ കരയുന്നേ? അപ്പം അതിൻ്റെ റീസണൊക്കെ
ആര് പറയുന്നുണ്ടാവും? നമ്മുടെ ഫിഷർമാനും പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയക്കണം. എപ്പോഴാണ് അയക്കേണ്ടത് എന്നുള്ളത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? Is the island a place like yours? How is it different? എന്താണ് അതിൻ്റെ മലയാള അർത്ഥം? Is the island a place like yours? ഈ ദ്വീപ് നിങ്ങളുടെ സ്ഥലം പോലൊരു സ്ഥലമാണോ? എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് ആൻസർ അറിയാലോ. ഈ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. How did the islanders know about the world outside? അർത്ഥം എന്താണ്? ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ ആൻസർ ഈ ഭാഗത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ആൻസർ കിട്ടും. So let's go to third question. Why did the islanders collect the things came ashore? അതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും തീരത്തോടടുത്തിട്ടുള്ള ഇതെല്ലാം നമ്മുടെ ദ്വീപിലെ ആൾക്കാർ, ദ്വീപ് നിവാസികൾ കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ കളക്ട് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ എഴുതണം. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ബാക്കിയുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ലെറ്റ് us go to fourth question. എന്താണ്? Why did he think that the face in the mirror was his father's? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്നുകൂടി വായിച്ച് നോക്ക്. Why did he think that? think എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചിന്തിച്ചത്. The face in the mirror was his father's. എന്തുകൊണ്ടായിരിക്കാം ആ മുഖം തൻ്റെ അച്ഛൻ്റെ മുഖമാണ് എന്ന് ആ ഫിഷർമാൻ ആലോചിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? മുന്നേ യാതൊരുവിധ ഐഡിയയുമില്ല ആർക്ക്? ഫിഷർമാനെ. കണ്ണാടിനെ പറ്റിയിട്ട് അറിയില്ല. അദ്ദേഹം ഇതിനു മുന്നേ അദ്ദേഹത്തിന് മുഖം കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ഇംഗ്ലീഷിൽ എഴുതണം. വളരെ ചുരുക്കിയിട്ട് 2-3 സെൻറ്റൻസിൽ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ. സോ we go to next question. What do you think the fisherman will do with the mirror? What do you think? നമ്മളോടാ ചോദിച്ചിരിക്കുന്നത്. What do you think the fisherman will do with the mirror? ആ കണ്ണാടിയോട് എന്തായിരിക്കും, കണ്ണാടി കൊണ്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആര്? നമ്മുടെ ഫിഷർമാൻ. എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വാട്ട് ഡു യു തിങ്ക് ദ ഫിഷർമാൻ വിൽ ഡു വിത്ത് ദ മിറർ? ആ കണ്ണാടി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങളുടെ തോട്ടാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ. വേർ വിൽ ഹി കീപ് ദ മിറർ? വിൽ ഹി ഹാങ് ഇറ്റ് ഓൺ ദ വാൾ? വിൽ ഹി കീപ് ഇറ്റ് among his clothes or will he hide it somewhere? എന്താണ് ചോദ്യം? Where will he keep the mirror? Keep എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സംരക്ഷിക്കുക അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുക. എങ്ങനെയായിരിക്കും അദ്ദേഹം ആ മിററിനെ കരുതി വയ്ക്കുന്നത്? Will he hang? hang എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തൂക്കുമോ? തൂക്കിയിടുക എന്നുള്ള അർത്ഥമാണ്. hang. hang. Will he hang it on the wall? ചുമരിൽ തൂക്കുവോ? വിൽ ഹി കീപ്പ് ഇറ്റ് among his cloth? തുണികൾക്കിടയിൽ കൊണ്ടുവയ്ക്കുകയാണോ ചെയ്യുക? ഓർ വിൽ ഹി ഹൈഡ് ഇറ്റ് സംവെയർ? വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുകയാണോ ചെയ്യുക? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? നിങ്ങളുടെ ആൻസർ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് എഴുതുക. ഈ 6 ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. മനസ്സിലായോ? 6 ചോദ്യത്തിൻ്റെ ഉത്തരവും വളരെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസറും എക്സ്പ്ലെയിൻ ചെയ്യുക, ആൻസറും എഴുതുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എനിക്കത് അയച്ചു തന്നാൽ മതി. 3 ഞാൻ നേരത്തെ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്പർ 6 വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? ദ ഫൈറ്റ്.
ഈ ഒരു ഭാഗമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ശരി.